ഹലോ, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറാണ് കേട്ടോ. എൻഗേജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, പെണ്ണ് കാണലിന് പോകുമ്പോൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇവരാണെങ്കിൽ പെട്ടെന്നാണ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നത്. ഈവനിങ് വന്നിട്ട് പറഞ്ഞു നാളെ മോർണിംഗിലേക്ക് വേണമെന്ന്. നമുക്കാണെങ്കിൽ ഓൾറെഡി കുറച്ച് വർക്ക്സൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഓക്കെ പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ ചെയ്തു കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അവർ നമ്മളെ തേടി വന്നത്. അങ്ങനെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഇതിലേക്ക് ഇരിക്കുമ്പോൾ ഏകദേശം 12 മണി ആയിട്ടുണ്ട് കേട്ടോ നൈറ്റ്. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലോട്ട് പോയി വന്നപ്പോൾ കൂടിയതാണ് കേട്ടോ ഞങ്ങളെ ഷമോള് കൂടെ. ആളടുത്ത് ഞാൻ പറഞ്ഞിരുന്നു എൻഗേജ്മെൻറ്റ് വർക്കാണ്, നേരം വൈകും, സ്കൂളുള്ളതല്ലേ, എക്സാം അല്ലേ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ആൾക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കാണാൻ. അങ്ങനെ അവളും കൂടെ കൂടി. പണി തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ചോദ്യം തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് കഴിയാന്ന്. അങ്ങനെയൊക്കെ ചോദിച്ചാലും ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇതിനോടൊക്കെ. കാണാനും ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇതിനിടയ്ക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് നാളെ സ്കൂളിൽ എക്സാം ഉണ്ട്. മാത്രമല്ല ആൾക്ക് മോർണിംഗ് 6 മണിക്കാണ് കറാട്ടെ ക്ലാസ് ഉള്ളത്. ഞങ്ങൾ 3 പേരും കൂടി എൻജോയ് ചെയ്തിട്ടാട്ടോ ഈ വർക്ക് ചെയ്തത്. വർക്ക് ഞങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴൊന്നും പ്രശ്നമില്ലായിരുന്നു. കുറേണ്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് മിഠായി കഴിക്കാനൊക്കെ ഒരു പൂതി. അതിന് ഷമോള് മിഠായി എടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, ഞങ്ങൾക്കും തരുന്നുണ്ട് കേട്ടോ. പേടിക്കേണ്ട, കസ്റ്റമറിനുള്ളതല്ല, നമുക്ക് എക്സ്ട്രാ കുറച്ചേൽ വാങ്ങിയിട്ടിരുന്നു. കാരണം നമുക്കറിയാലോ മിഠായി ഇഷ്ടപ്പെടാത്തവരാരാ ഉള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ നട്ട്സിൻ്റെ ഹാമ്പറാണ് സെറ്റ് ചെയ്യുന്നത്. നട്ട്സിൻ്റെ ആയതുകൊണ്ട് തന്നെ താഴെ നമ്മളൊരു ഗ്ലാസ് ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നട്ട്സുകൾ ഓരോന്നായിട്ട് ഇടുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ പിസ്ത. ഇപ്പോൾ ഇടുന്ന ഈ ഒരു ഐറ്റം ഇതിന് മുന്നേയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടില്ല കേട്ടോ. ഇത്തവണയാണ് നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. സംഭവം കൊള്ളാം. പണ്ടത്തെ നാരങ്ങ മുട്ടായി നൊസ്റ്റാൾജിയ അതുപോലെ ഉണ്ട് കേട്ടോ ടേസ്റ്റൊക്കെ. അപ്പോൾ ഏകദേശം നമ്മൾ ട്രേ ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഫുള്ളായിട്ട് നമ്മൾ റാപ്പ് ചെയ്യാണ് കേട്ടോ. നട്ട്സ് ആയതുകൊണ്ട് തന്നെ എയർ ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ ഫൈനൽ പരിപാടികളൊക്കെയാണ്. നെറ്റ് കെട്ടുക. ബാക്കിയുള്ളതൊന്നും കെട്ടാൻ വലിയ പണിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് എന്തോ ഈ നട്ട്സിൻ്റെ കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ബുദ്ധിമുട്ടൊക്കെ പോട്ടെ, അവിടെ ഒരാൾ ഭയങ്കര സാരി ഉടുക്കലാണ്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ എല്ലാ കൺട്രോളും കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒന്നല്ല, ടൈം ഏകദേശം 1:30 ആയിട്ടുണ്ട്. എന്തായാലും ആൾ സാരിയൊക്കെ ചുറ്റി ഫുൾ ഫാഷൻ ഷോ ആണ്. അതിനിടയ്ക്കൊരു റാം വാക്കൊക്കെ ചെയ്യുന്നുണ്ട്. വീണില്ലാന്നേ ഉള്ളൂ, ആരും കണ്ടില്ലല്ലോ അല്ലേ. അവൾ ഈ വീഡിയോ എടുക്കുന്നൊന്നും അറിയുന്നില്ല കേട്ടോ. അവൾ ഫുൾ കോൺസെൻട്രേഷൻ സാരിയിലോട്ടാണ്. അങ്ങനെ എന്തായാലും നമ്മളിതാ ലാസ്റ്റുള്ള റിബണൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിൽ ഫ്ലവർ കൂടി വെക്കാനേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു. അങ്ങനെതാ നല്ലൊരു വൈറ്റ് റിബണാണ് കെട്ടി കൊടുക്കുന്നത്. പെട്ടെന്ന് വന്ന വർക്ക് ആയതുകൊണ്ട് തന്നെ ഏത് ഫ്ലവർ വെക്കണം, എങ്ങനെ വെക്കണം, ഏത് നെറ്റ് ചെയ്യണം അങ്ങനൊന്നും അവരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാടെണ്ണം നമ്മൾ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഹാമ്പേഴ്സ് ചെയ്യാൻ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ് ബഞ്ചസ് ആണ് കേട്ടോ. ഫ്ലവർ ബഞ്ചസ് നമുക്കിഷ്ടമുള്ള 2 ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. അങ്ങനെ ഏകദേശമൊക്കെ ഇതാ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ ഫ്ലവർ ഒന്ന് പിടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ.
അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ജസ്റ്റ് അതിൻ്റെ ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് കേട്ടോ ഞാൻ. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണ്ടേ. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എനിക്ക് പേഴ്സണലി ഇതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു നെറ്റിൻ്റെ കളറ് ഒരു പ്രത്യേക ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതുപോലെയുള്ള ഹാമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഹാമ്പേഴ്സ് മാത്രമല്ല കേട്ടോ, എല്ലാതരം ഗിഫ്റ്റുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. എന്തായാലും ഹാമ്പേഴ്സിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ട്. ഇനി നമ്മുടെ ഷോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ? ഇതാണ് അവസ്ഥ. ഒരു ഹാമ്പർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഷോപ്പിൻ്റെ അവസ്ഥ. ഞങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ബൈ.